സാറേ, കഴിഞ്ഞ ദിവസത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്: നായാടി മുതൽ നസ്രാണി വരെ ഒരുമിച്ച് നിൽക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് മുൻ വർഷങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ ഐക്യവും ക്ഷേമവും മുൻനിർത്തിയുള്ള ഒരു പ്രസ്താവനയാണ് മുൻ വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഇലക്ഷൻ അധികം സമയമില്ല, നിയമസഭാ ഇലക്ഷനിലേക്ക് പോകാൻ ഇനി 2 മാസം മാത്രമേ ഉള്ളൂ. മാത്രമല്ല, സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കാണുമെന്നും പറഞ്ഞു. അപ്പോൾ ഒരു NSSുമായുള്ളൊരു ഉണ്ടായ ഒരു മഞ്ഞുരുക്കത്തിൻ്റെയും സൂചനയായി ഇതിനെ കാണാൻ പറ്റില്ലേ? അതായത് ഈ പറയുന്ന പ്രയോഗം നടത്തിയതിന് കാരണം VD സതീഷിനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യമാണ് പ്രധാനം. അത് VD സതീശൻ തിരുവനന്തപുരത്ത് കാന്തപുരം സുന്നിയുടെ സമ്മേളനത്തിൽ കേരള ജമാഅത്ത് പങ്കെടുത്ത് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. അതിൽ സാമുദായികമായി വേർതിരിവുണ്ടാക്കുന്ന മതവികാരം ഗുണപ്പെടുത്തി പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന ചില ക്ഷുദ്രജീവികളെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതിനെ കുറിച്ചിട്ടാണ്, മുഖ്യൻ്റെ കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നിട്ട് അവരെ തലയിൽ കയറ്റി കൊണ്ടിറക്കുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണം പിണറായി വിജയൻ നടത്തിയ ഒരു മണിക്കൂറുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ LDF ഭരണകാലത്ത് കേരളത്തിലെവിടെയും വർഗീയ കലാപം ഉണ്ടായിട്ടില്ല, മതങ്ങൾ തമ്മിൽ അടിപിടി കൂടിയിട്ടില്ല, സാമുദായിക കലാപങ്ങൾ ഉണ്ടായില്ല, മാറാട് കലാപം പോലെ. അപ്പോൾ അതുപോലൊരു കലാപങ്ങൾ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലം, സുവർണകാലം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 1 മണിക്കൂർ എടുത്ത പ്രസംഗം ഒറ്റ 10 മിനിറ്റ് കൊണ്ട് VD സതീശനെ അടിച്ച് തകർത്തത് എങ്ങനെയാണ്? ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ പേര് പറയാതെ ചില സാമുദായിക മതവികാരം ഗുണപ്പെടുത്തുന്ന, വർഗീയ വിഷം തുപ്പുന്ന ചില സാമുദായിക നേതാക്കന്മാർ പറയുന്ന ചില ആൾക്കാരെ മുഖ്യന്റെ കാറ് കയറ്റി കൊണ്ടുപോയിട്ടുള്ള ആളുകൾ എന്ത് ഉദ്ദേശമാണ് നടത്തിയിട്ടുള്ളത്, എന്താണ് അവർ നൽകുന്ന സന്ദേശം എന്ന് മുഖ്യമന്ത്രിയെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പണ്ട് ഈ പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത്. കേരള തവാടിയായാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞ പിണറായി വിജയൻ സമീപ കാലത്ത്, അതായത് കഴിഞ്ഞ കുറച്ച് പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ഭൂരിപക്ഷ വോട്ടുകളിലുണ്ടായ ഷിഫ്റ്റ്, പ്രത്യേകിച്ച് BJPക്കും അനുകൂലമായി ഉണ്ടായ ഷിഫ്റ്റിനെ തുടർന്നാണ് പിണറായി വിജയന്റെ ഈ കളികൾ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ? അതായത് പിണറായി വിജയന്റെ കളികളല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മളെ ചർച്ചാ വിഷയം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ്. നായാടി മുതൽ നസ്രാണി വരെയുള്ള ആളുകൾ ഒന്നിക്കണം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം VD സതീശനെ അടച്ചാക്ഷേപിച്ച് അദ്ദേഹം ബഫൂണാണെന്ന്, അയാൾ ഒന്നിനും കൊള്ളാത്ത ആളാണെന്നും പറഞ്ഞ പ്രസ്താവന വിരോധിയാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം പൊക്കിക്കൊണ്ടുവന്ന് പിണറായി വിജയൻ ഈഴവനാണ്, അതേസമയത്ത് VD സതീശൻ നായരാണ് എന്ന് പറഞ്ഞൊരു തമ്മിലടിക്കുന്ന സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രസ്താവന ഇറക്കിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇന്നലെ അതായത്. അത് മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈഴവനാണ് എന്നും കൂടി പറഞ്ഞു. അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഈഴവനായ പിണറായി വിജയൻ, നായരായ VD സതീശൻ എന്ന് വേർതിരിവുണ്ടാക്കി. ഇവർ രണ്ടുപേരും ഈ കാര്യം പറയാത്ത ആൾക്കാരാണ്. പിണറായി ജാതി പറയാത്ത ആളാണ്, കാരണം സ്വന്തം മകളെ മുസ്ലിമിന് കല്യാണം കഴിച്ചെടുത്തുള്ള ഒരാളാണ്. നമ്മൾ ആ കാര്യത്തിൽ പിണറായിനെ അംഗീകരിക്കേണ്ടതാണ്. മതേതരത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ VD സതീശൻ എന്നും വർഗീയതയെ എതിർക്കുന്ന, ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയതയെ ഒരേപോലെ എതിർക്കുന്ന ഒരാളാണ്. അദ്ദേഹം ശക്തമായി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എതിർക്കുന്ന ആളാണ് VD സതീശൻ എന്ന് പൂർണ്ണമായും പറയാൻ പറ്റും. കാരണം RSSന്റെ പരിപാടിയിൽ പോയി വിളക്കൊളുത്തിച്ച ആളാണ് VD സതീശൻ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് കുറെ ഇത് കണ്ടു. VD സതീശൻ വിളക്കൊളുത്തുന്നതും RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ. ഇന്നലെ അദ്ദേഹം ഞാൻ അദ്ദേഹം അടുത്തത് സുന്നികളുടെ മീറ്റിംഗ്. അപ്പൊ ആര് വിളിച്ചാലും അദ്ദേഹം പോവും. അതിന് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഖത്തൂക്കി പറയും. അത് ഏത് മീറ്റിങ്ങിൽ പോയാലും അവനാന്റെ നിലപാട് കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരാളാണ് അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്. രാഹുൽ മാങ്കൂട്ടൻ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവാണ്. അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പിന്തുണയുള്ള നേതാവാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തോട് നിലപാടെടുത്ത ഒരാളാണ് ആര്? ഈ പറയുന്ന VD സതീശൻ. അപ്പൊ ഏത് പാർട്ടിയാണോ ഏത് സംഘടനയാണോ എന്നുള്ളതല്ല, ആര് വിളിച്ചാലും ചെല്ലും. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. പോകുന്ന എന്താ തെറ്റ്? അദ്ദേഹം വിശ്വാസിയാണ്, പോകുന്നതിന് യാതൊരു തെറ്റുമില്ല. അതേസമയത്ത് നിലപാടാണ് പ്രധാനം. ആ നിലപാടുള്ള VD സതീശൻ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ വർഗീയ വിഷം തുപ്പുന്ന കാര്യങ്ങൾക്കെതിരെ
ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ്. സതീശന് അറിയാമല്ലോ അത് RSSന്റെ പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ സതീശൻ പങ്കെടുത്തത്. RSSന്റെ പരിപാടിയാണ് എങ്കിൽ അദ്ദേഹം കൃത്യമായി RSSനെതിരെ നിലപാടെടുക്കുന്ന ഒരാളാണെന്ന് കൃത്യമായി അറിയാലോ. അപ്പൊ ആര് ക്ഷണിച്ചാലും അദ്ദേഹം പോകും. ഇപ്പൊ സുന്നികളുടെ കാന്തപുരം സുന്നീന്റെ തന്നാൽ ഒരു വർഗീയ പാർട്ടിന്റെ കാന്തപുരം സുന്നി, അല്ലാതെ വേറെ പാർട്ടി മുസ്ലിം സംഘടനയാണല്ലോ. മുസ്ലിം സംഘടനയാണ്, വർഗീയ പാർട്ടിയാണ്. പക്ഷെ കാന്തപുരം വിഭാഗത്തിനെതിരെ ഒരു മറ്റേ ഈ വർഗീയ കേസുകളോ വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന കേസുകളോ കാന്തപുരമായിട്ട് സമീകരിക്കാനോ പറ്റില്ലല്ലോ. കാന്തപുരത്തിനെയും RSSനെയും നമുക്ക് ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണോ കാന്തപുരം? മൊത്തം മുസ്ലിങ്ങളെ അതാണ് വർഗീയത പറയുന്നത്. സാമുദായികമായിട്ട് ചേർത്തിരിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാര്, അവർക്ക് വേണ്ടി പ്രസ്താവന ഇറക്കുന്ന ആൾക്കാര്, അതേപോലെ RSSകാർ ചെയ്യുന്നത് അവർ ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രസ്താവന ഇറക്കുന്ന ആൾക്കാരാണ്. പക്ഷെ RSSന്റെ പേരിൽ നിരവധി കലാപ കേസുണ്ട്, കൊലപാതക കേസുണ്ട്, വർഗീയ പരാമർശങ്ങൾ നടത്തിയ കേസുണ്ട്. അങ്ങനെ നിരവധി കേസുകളും മറ്റുള്ള നിരവധി നിയമ നടപടികൾ നേരിട്ട ഒരു സംഘടനയാണ് RSS. മാത്രമല്ല RSSനെ നിരോധിച്ചിട്ട് പോലും ഉണ്ട്. ഈ സുന്നി സംഘടനയുടെ പേരിലും ധാരാളം ഇത്തരം കാര്യങ്ങളുണ്ട്. മുമ്പ് നിരോധിച്ചിട്ടുണ്ട്. ജമാഅത്തെ സുന്നി ഇസ്ലാമിയെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ കാന്തപുരത്തിന്റെ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. കാന്തപുരം സുന്നി എന്ന് പറയുന്ന ഒരു ഭാഗത്തെ ഇപ്പം വേർതിരിച്ചുകൊണ്ടത് കാന്തപുരമാണല്ലോ. സുന്നിനെ രണ്ട് ഭാഗമായിട്ടുള്ളത് വേർതിരിച്ചതാക്കി കൊണ്ടുവന്ന് ഈ സാമുദായിക വികാരം ഉണർത്തിയെടുത്തിട്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അല്ലാതെ വേറെ ഇതാണ് ഈ പിന്നെ നമ്മുടെ അല്ലാതെ നബിയുടെ തിരുകേശ് കച്ചവടം നടത്തിയ ആളാണ് ആര്? തിരുകേശ് പിണറായി വിജയൻ പറഞ്ഞത് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തെയും കൊണ്ട് നടന്ന ഒരാളാണ് ആര്? കാന്തപുരം. അദ്ദേഹം വർഗീയവാദിയല്ല, പിന്നെ എന്താണ്? അദ്ദേഹം കൃത്യമായി പറയുമ്പോൾ അതിലേക്ക് പോകണ്ട. ഇതിലേക്ക് പോകേണ്ട ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും VD സതീശനുള്ള ഫൈറ്റ് ആണ് പറയുന്നത്. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും എതിർത്ത ആളാണ് ആര്? മുമ്പ് VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മൈക്രോ ഫിനാൻസിന്റെ കാര്യത്തിൽ നടന്ന തട്ടിപ്പിനെതിരെ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം ഒരു മാഫിയ ആളാണ്, തട്ടിപ്പുകാരനാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള ആളെ പിണറായി വിജയൻ എന്തിനാണ് തലയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നത്? എന്നാൽ ഇന്നലെ VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ, പേര് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത്, എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് സ്വയം ഏറ്റെടുത്ത് പ്രതികരിക്കുകയായിരുന്നു ആര്? വെള്ളാപ്പള്ളി. അതായത് പിണറായി വിജയനെതിരെ അടിച്ചതിന് വെള്ളാപ്പള്ളിയാണ് പ്രതികരിച്ചത്. അപ്പൊ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ട് വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളിയും പിണറായി വിജയൻ തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇത് കൂടെ വ്യക്തമാകുന്നത്. അന്തർധാരയല്ല, അവര് തമ്മിലുള്ള അവിഹിത ബന്ധമാണ് കൃത്യമായി പുറത്തു വരുന്നത്. പുറത്ത് മുമ്പ് തൊഗാഡിയാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ, അതായത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ആരാണെന്ന് പറഞ്ഞ തൊഗാഡിയാണ്, കേരള തൊഗാഡിയാന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തേ തൊഗാഡിയല്ലേ? അപ്പം പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാള് അവസരവാദിയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കൃത്യമായി ഇന്നലെ VD സതീശൻ അത് കൃത്യമായി പറഞ്ഞപ്പോൾ അതിന്റെ നെഞ്ചത്ത് കൊണ്ടതാർക്കാ? വെള്ളാപ്പള്ളിക്കാണ്. പിണറായിക്ക് അടിച്ചാൽ പൊള്ളുന്നത് വെള്ളാപ്പള്ളിക്കാണ്. വെള്ളാപ്പള്ളിയും പിണറായിയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മതേതരത്വത്തിന്റെ ആളാണെങ്കിൽ ഇന്ന് വർഗീയതയാളാണ്. വർഗീയ വിഷം കുത്തിവെച്ച് ആളുകളുടെ ഇടയിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭജനമുണ്ടാക്കി തമ്മിലടിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. മുമ്പ് തലശ്ശേരി കലാപത്തിൽ അവിടെ കലാപം ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം എന്ന് KM ഷാജി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് കള്ള് ഷാപ്പില് കുത്തേറ്റ് മരിച്ച അവിടെ കുത്തേറ്റ് മരിച്ച ഒരാളെയാണ് അന്ന് പള്ളിയെല്ലാം സംരക്ഷിച്ച ഒരാളെയാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ടൊരു കള്ളക്കഥ ഉണ്ടാക്കിയ ആളാണ് പിണറായി വിജയൻ. എന്നിട്ട് അത് വെച്ച് മുതലെടുത്തിട്ടാണ് വലിയ കാര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് മുമ്പ് PT തോമസ് തെളിവ് സഹിതം നിയമസഭയിൽ പ്രസംഗിച്ചുള്ളതാണ്. വെള്ളാപ്പള്ളി ഇന്നലെ വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ക്രൈസ്തവ സമൂഹം ഭയങ്കര അവഗണന നേരിടുന്നുണ്ട്. ക്രൈസ്തവർക്ക് മതിയായ ഒരു അക്കോമഡേഷൻ മറ്റേ BJPയിൽ നിന്നോ അതുപോലെ തന്നെ മറ്റു പാർട്ടികളിൽ നിന്നോ, അതായത് മെയിനായിട്ട് BJPയിൽ നിന്നാണ് പറഞ്ഞത്. അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിട്ടുണ്ട്. അനൂപാനെയൊക്കെ BJPയിലേക്ക് വന്നെങ്കിലും കാര്യമായ ഒരു അക്കോമഡേഷൻ വേണ്ടത്തിലൊരു പരിഗണന കിട്ടുന്നില്ല ക്രൈസ്തവ സമൂഹത്തിന്. അപ്പൊ അതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നൊരു പറയും. അതായത് അദ്ദേഹം സ്വന്തം ഈഴവ സമൂഹത്തെ വഞ്ചിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അവിടെയുള്ള സ്കൂളുകളും കോളേജുകളിലും നിയമനത്തിന് വേണ്ടി കോടികൾ കോഴ വാങ്ങുന്ന നേതാവ്. ഇങ്ങനെ അനധികൃതമായ സ്വത്ത് കൈയടക്കി വെച്ച് തൻ്റേതാക്കി മാറ്റി വെച്ച് ഈഴവർക്ക് വേണ്ടി എന്ത് മണ്ണാങ്കട്ടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്?
അദ്ദേഹത്തിന്റെ പീഡനം മൂലമാണ് മഹേഷ് ആത്മഹത്യ ചെയ്തത്. മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുമ്പോഴാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനാണ് എൻ്റെ ഉത്തരവാദി എന്ന് എഴുതി വെച്ച് മരിച്ചത്. അദ്ദേഹം വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഈഴവരുടെ നേതാവല്ല, വെറും ഈഴവരുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തി അതിന്റെ സംഘടന സ്വന്തമാക്കി ഉള്ള ഒരു നേതാവാണ് വെള്ളാപ്പള്ളി. അല്ലാതെ അദ്ദേഹത്തിന് എന്തവകാശമാണ് ക്രിസ്ത്യൻസിനെ പറ്റി പറയാൻ? ഇതുവരെ ക്രിസ്ത്യൻസിനെയും മുസ്ലിംസിനെയും തള്ളിപ്പറഞ്ഞ ആളാണ് ആര്? വെള്ളാപ്പള്ളി. മലപ്പുറത്ത് പോയിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ രൂപത്തിൽ പ്രസ്താവന ഇറക്കി അവിടെ സാമുദായിക കലാപം ഉണ്ടാക്കിയാൽ നോക്കിയ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസ്താവന കൊണ്ടാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒറ്റക്കെട്ടായി UDF പോയത്. ഇപ്പൊ വീണ്ടും അത് ക്രിസ്ത്യൻസിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് അവരെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, പിണറായിയിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് അദ്ദേഹം. പല ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരും നേതാക്കളും വിദേശത്തുള്ള പല ക്രിസ്ത്യാനികളും തന്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങേര് പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ള കാര്യം സംശയമില്ല. അദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്, വായി തോന്നുന്നത് വിളിച്ചു പറയുകയാണ്. അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടാകുന്ന ഭിന്നിപ്പിനെ കുറിച്ചോ അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ചിന്തിക്കണ്ട. അദ്ദേഹം വിഷം തുപ്പുകയാണ് പലയിടത്തും. പിന്നീട് അത് വലിച്ചെടുത്ത് വീണ്ടും അത് തുപ്പിയതൊക്കെ ഛർദ്ദിച്ച് വീണ്ടും എടുത്ത് കഴിച്ചിട്ട് പുതിയത് പറയുകയാണ്. ഇപ്പോൾ പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും വർഗീയ വിഷം തുപ്പും ഈ വെള്ളാപ്പള്ളി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് VD സതീശന് VD സതീശനെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യം. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം, VD സതീശൻ 100 സീറ്റിൽ വിജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പോയിട്ട് ഒരു മണ്ണാങ്കട്ടി നടക്കില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ആൾക്ക് സ്വന്തം വാർഡിൽ പോലും കോൺഗ്രസ് ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭയുടെ ചൂണ്ടുപലകയാണ്. ഇപ്പം വെള്ളാപ്പള്ളി പറയുന്നതൊന്നും ആരും ഈഴവരൊന്നും ശ്രദ്ധിക്കാറില്ല. അതേപോലെ നമ്മുടെ സുകുമാരൻ നായർ പറയുന്നത് നായന്മാരും ശ്രദ്ധിക്കാറില്ല. 2 വെഴുപ്പുപാണ്ഡങ്ങളെയും കൊണ്ടിട്ടാണ് ഇവർ കൊണ്ടിറക്കുന്നത്. ഇവരൊക്കെ ഈഴവർക്കും ദോഷമാണ്, അതേപോലെ നായന്മാർക്കും ദോഷമാണ് ഇവരുടെ കാര്യം. അതുകൊണ്ട് നമ്മൾ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് കേരളം കണ്ട അധമനായ മാഫിയ തലവനാണ്. ജനങ്ങളുടെ തമ്മിൽ തല്ലിച്ച് കാര്യലാഭം നേടുക, പിണറായി വിജയനെ സംരക്ഷിച്ച് തനിക്കെതിരെയുള്ള കേസുകളൊക്കെ ഒതുക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നെ മകനെ BDS ഉണ്ടാക്കി കേന്ദ്രത്തിൽ BJP കൊണ്ടും ED അന്വേഷണവും അതേപോലുള്ള അന്വേഷണങ്ങളൊന്നും വരുത്താതിരിക്കാനുള്ള തന്ത്രവുമാണ് ഇദ്ദേഹം. ധാരാളം തട്ടിപ്പുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി വെള്ളാപ്പള്ളി നടേശൻ മാഫിയ തലവനാണെന്നും LTTക്ക് മണ്ണെണ്ണയും പെട്രോളും കടത്തി കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ക്രൈമിൽ വാർത്ത പ്രസിദ്ധിച്ചിട്ട് 98 പ്രസിദ്ധിച്ചു. ഇതുവരെ അദ്ദേഹം 10 കോടി രൂപ നോട്ടീസ് അയച്ചിട്ട് എനിക്ക് അയച്ചിട്ട് ഇതുവരെ കേസ് ഫയൽ ചെയ്യാത്ത ആളാണ്. ഞാൻ വെല്ലുവിളിക്കാണ്, ധൈര്യം ഉണ്ടെങ്കിൽ തൻ്റെ ഇടമെങ്കിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ഞാൻ തെളിവുകൾ ഇപ്പോഴും ഹാജരാക്കാം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.